അപ്പോൾ നല്ല അടിപൊളി നാടൻ കുത്തരി ചോറാണ് ഇപ്പോൾ ഈ വാഴയിലോട്ട് വിളമ്പാൻ പോകുന്നത്. തൊടുകറികളൊക്കെ നേരത്തെ വിളമ്പി വെച്ചിരിക്കുകയാണ്. നമ്മുടെ കുടുംബം കഴിച്ച് തുടങ്ങി. അവർ അഭിപ്രായം ചോദിച്ച് എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് പറയുന്നത്. അപ്പോൾ കഴിച്ചു നോക്കാം, വിളമ്പിക്കും. കണ്ടോ, അടിപൊളി നാടൻ കുത്തിരിയാണ്. കാണുമ്പോൾ തന്നെ നമുക്ക് കൊതിയാവും. കണ്ടോ, അടിപൊളി നാടൻ കുത്തിരിയാണ്. ഇനി ഫസ്റ്റ് വിളമ്പുന്നത് എന്താണ്? പരിപ്പ്. ഫസ്റ്റ് വിളമ്പുന്നത് പരിപ്പാണ്. അമ്പലക്കയുടെ പരിപ്പാണ് കേട്ടോ, അടിപൊളി പരിപ്പാണ്. യെസ്. അപ്പം ഈ പരിപ്പിനകത്ത് നമ്മൾ ഇനി നെയ്യുണ്ടോ? പരിപ്പിൻ്റെ മുകളിൽ അവിടെ നെയ്യ് കേട്ടോ. ഇങ്ങനെയാണ് സദ്യ കഴിക്കേണ്ടത് കണ്ടോ. അതിനുശേഷം നമ്മൾ പപ്പടം എടുക്കുക. പപ്പടം ഒന്ന് എടുത്ത് ഇളക്കുക കണ്ടോ. നെയ്യും ഈ പരിപ്പും പപ്പടവും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് അങ്ങോട്ട് കഴിക്കണം. അവിടെ അന്യമാണ് അന്യം, അടിപൊളി. പിന്നെ ഉണ്ടല്ലേ തോരനോ അവിയലോ ഇഷ്ടംപോലെ തൊടുകറികളുണ്ട്. ഏത് വേണമെങ്കിൽ നമുക്ക് വയ്ക്കാം. എരിശ്ശേരി ഇത് പയറുണ്ടുണ്ടാക്കിയതാണ്. അടിപൊളി, അസാധ്യ ടേസ്റ്റ് കേട്ടോ. ചുമ്മാ അല്ലെങ്കിൽ അമ്പലക്കര മീൽസ് പണ്ട് പോലെ നമ്മുടെ നാട്ടിലൊക്കെ വളരെ ഫേമസ് ആണ്. അമ്പലക്കര മീൽസ് കൊണ്ട് പണ്ട് നമ്മളെ കാരണന്മാരൊക്കെ പറഞ്ഞേക്കാം. കാര്യം ഇവിടെ ഫുഡിൻ്റെ ടേസ്റ്റിന് കരുതി നോ കോംപ്രമൈസ്, അതാണ്. അപ്പോൾ ഈ ഓണത്തിന് ഏറ്റവും നല്ല ഓണസദ്യ കഴിക്കാൻ പറ്റിയ ഒരു റെസ്റ്റോറൻ്റാണ് ഞാൻ പ്രേക്ഷകരെ പരിചയപ്പെടുത്തിയിരുന്നത്. നല്ല ഹൈജീനിക് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ്, ഡൈനിങ്ങും ഉണ്ട്. ഇനി വരാൻ സാധിക്കാത്ത ആൾക്കാർക്ക് തന്നെ വീഡിയോയിൽ കോൺടാക്ട് നമ്പർ ഞാൻ പ്രത്യേകം വയ്ക്കുന്നുണ്ട്. ആ കോൺടാക്ട് നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ സദ്യ ബുക്ക് ചെയ്യാം. വാഴയിലല്ല എടുക്കുന്നത്. വാഴയില. അപ്പോൾ നമുക്ക് ഓണസദ്യ കഴിക്കാനായിട്ട് തന്നെ, അതായത് നമ്മൾ പേപ്പർ വാഴയിലല്ല, ഒറിജിനൽ വാഴയിലയാണ്. ഇതെന്തോ ഈ കാണുന്നത്? ഇതാ എങ്ങനെ സദ്യ വിളമ്പണം എന്നൊരു അതിലൊരു ഒരു മാതൃകയാണല്ലേ? മാതൃക കാണിച്ചേക്കുന്നത്. അതാണ് നമുക്ക് എങ്ങനെയാണ് ഓണസദ്യ വിളമ്പേണ്ടത് വയ്യാത്തൊരു ഇല വയ്ക്കേണ്ട വിധം ഉൾപ്പെടെ ആദ്യം വിളമ്പേണ്ട എന്താണെന്ന് നമ്പർ ഇട്ടോട് 1, 2, 3, 4, 5 അങ്ങനെ തൊടുകറികൾ ഏതൊക്കെ ആദ്യം മുതൽ വിളമ്പണം എന്നുള്ളത് ഉൾപ്പെടെ ഉള്ള എല്ലാം കാണിക്കേണ്ട മാതൃക തന്നെ ഇതിനകത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അടിപൊളിയാണ്. പിന്നെ അവിടെ എടുത്താൽ വാഴയിലാണ്. ഓക്കെ. മറ്റ് ഐറ്റംസ് എല്ലാം പാക്കിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. കണ്ടില്ലേ ഇതാണ് പാക്കിങ്. കണ്ട എല്ലാ ഐറ്റംസും നല്ല ജെന്യൂനായിട്ടുള്ള ഹൈജീനിക് ആയിട്ടുള്ള ഒരു പാക്കിംഗ് ആണ് കേട്ടോ. കറികൾ മറിയോ എന്നുള്ള ടെൻഷനൊന്നും വേണ്ടല്ലേ. അതുകൊണ്ട് നമ്മൾ ഈ ബോക്സ് തന്നെ യൂസ് ചെയ്യുന്നത് ഒന്നും അറിയാം. ഇതിനെല്ലാം സിപ്പ് ലോക്ക് കവറിലാണ് നമ്മുടെ ബാക്കി നമ്മൾ പക്കറെല്ലാം ചെയ്തിട്ടുണ്ട്. ഇതൊന്നും പൊട്ടുവോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സംഭവിക്കത്തില്ല. ഇതുണ്ടല്ലേ എല്ലാ ഐറ്റംസും നല്ല അടിപൊളി പാക്കിംഗ് ആണ്. ഈ പാക്കിങ്ങിന് കൊടുക്കണം പൈസ അല്ലേ? പാക്കിങ്ങിന് കൊടുക്കണം കാശ്. ഈ ബോക്സുകളൊക്കെ വീട്ടിൽ പിന്നെ ധാന്യങ്ങളൊക്കെ ഇട്ടൊക്കെ ഉപയോഗിക്കല്ലേ, കളയണ്ടല്ലോ. അടിപൊളി പാക്കിങ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത പാക്കിങ് ഉണ്ട്. ചോറ് അടിപൊളി. ഇത്രയാണ് അമ്പലക്കരയിലെ ഓണസദ്യ. ഇതെല്ലാം നമുക്ക് നല്ല അടിപൊളിയായിട്ട് പാക്ക് ചെയ്ത് ഇതേപോലെ ബോക്സിലാണ് തരുന്നത്. നമുക്ക് കൊണ്ടുപോകാം, ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമാണ്. അതെ, ആഡംബരത്തിനൊരു കുറവില്ല. അതാണ് അമ്പലക്കര ഓണസദ്യ കേട്ടോ. കുടുംബമൊത്ത് ഒരു ഓണസദ്യ കഴിക്കാൻ പോവാണ്. അവിടെ ഓണസദ്യ നമുക്ക് പോയി കഴിക്കുകയും ചെയ്യാം. നമ്മൾ ഓണസദ്യ ബുക്ക് ചെയ്താൽ പാഴ്സൽ ചെയ്ത് നമുക്ക് വാങ്ങിക്കൊണ്ട് പോവുകയും ചെയ്യാം. അപ്പോൾ എവിടെ കഴിക്കാൻ വന്നേ? അമ്പലക്കര. എവിടെ കഴിക്കാൻ വന്നേ? എവിടെ കഴിക്കാൻ വന്നേ? അമ്പലക്കര. അതെ, അമ്പലക്കരയിലാണ് കഴിക്കാൻ വന്നത്. ഓണസദ്യ അമ്പലക്കര ഫുഡ് എന്ന് പറഞ്ഞാൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഫുഡാണ്. അമ്പലക്കരയിലെ സദ്യയൊക്കെ വളരെ ഫേമസ് ആണ്. അപ്പം അമ്പലക്കരയിൽ പോയി ഓണസദ്യ കഴിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം. ഓക്കെ, കമോ. കേരളീയ തനിമ തൊട്ടുണർത്തുന്ന മലയാളികളുടെ ഹൃദയത്തെ പൂക്കളം കൊണ്ട് തീർക്കുന്ന നാവിൻ രുചിയേറിയ വിഭവങ്ങളുമായി ഈ പൊന്നോണത്തിൽ അമ്പലക്കര ഒരുങ്ങിയിരിക്കുകയാണ്. അമ്പലക്കരയിൽ ഓണസദ്യയുടെ ബുക്കിംഗ് ആരംഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ ബുക്കിംഗ് ഉറപ്പാക്കുന്നതിന് 50% അഡ്വാൻസ് അടച്ച് ബുക്ക് ചെയ്യേണ്ടതാണ്. മുഴുവൻ തുകയും അടച്ച് ഓണസദ്യ ഓർഡർ ചെയ്യുന്നവർക്ക് എന്തെങ്കിലും കാരണവശാൽ 2 ദിവസം മുമ്പ് ക്യാൻസൽ ചെയ്യേണ്ടി വന്നാൽ മുഴുവൻ തുകയും തിരികെ നൽകുന്നതാണ്. UPI, ബാങ്ക് ട്രാൻസ്ഫർ, ക്യാഷ് പേയ്മെൻറ്റ് മുഖേനയും നേരിട്ട് സദ്യ ബുക്ക് ചെയ്യാവുന്നതാണ്. സദ്യ ബുക്ക് ചെയ്തതിനായി ദാണ്ട വീഡിയോയിൽ എഴുതി കാണിച്ചിരിക്കുന്ന കോൺടാക്ട് നമ്പറിൽ ജസ്റ്റ് ബന്ധപ്പെടുക. ഓക്കെ.
പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മൾ അമ്പലക്കരയ്ക്കുള്ളിൽ പ്രവേശിച്ചിരിക്കുകയാണ്. എന്തായാലും ഇവിടെ കയറിയപ്പോൾ നമ്മൾ ഞെട്ടിയിരിക്കുകയാണ്. കാര്യം ആഡംബരത്തിന് കുറവില്ല, ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ് നമ്മുടെ ഓണസദ്യയിലെ വിഭവങ്ങൾ എന്നുള്ളത് നമുക്കത് ചോദിച്ച് മനസ്സിലാക്കാം. നമുക്ക് മനസ്സിലാക്കി കൊടുത്താലോ? ശരി. ഐറ്റംസ് ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ്. ആദ്യം നമുക്ക് ചോറിൽ തുടങ്ങാം. ആഹാ, ചോറ് നാടൻ നെല്ല് കുത്തിരി തന്നെ, നല്ല നാടൻ നെല്ല് കുത്തിരി തന്നെ, അടിപൊളി. പിന്നെ വേറെ എന്തൊക്കെയുണ്ട്? പിന്നെ നമ്മുടെ ചിപ്സ്, ശർക്കര വരട്ടി ഉണ്ട്, ബനാന ചിപ്സ് ഉണ്ട്. ഓക്കെ. പിന്നെ മുളക് കൊണ്ടാട്ടം, പപ്പടം, പഴം, പിന്നെ ബോളി ഉണ്ട്. ആദ്യം ഇത് കഴിക്കും. ബോളി വിത്ത് ഇല്ല, ലാസ്റ്റ് ചോറിൻ്റെ കൂടെ, ചോറ് കഴിഞ്ഞിട്ട് പറ്റും ചോറും കഴിഞ്ഞിട്ട് ബോളിയും പായസവും കൂടെ തരും. ഓക്കെ, അങ്ങനെ. ഇത് തീയൽ, ഇത് കൂട്ടുകറി, ഇത് മധുരപ്പച്ചടി, ഇത് തോരൻ, ഇത് അവിയൽ. ഈ മധുരപ്പച്ചടിക്കകത്ത് അണ്ടിപ്പരിപ്പ് യാതൊരു കുറവില്ലല്ലോ? ഇല്ല, അണ്ടിപ്പരിപ്പുണ്ട്, ഫ്രൂട്ട്സുകളും ഉണ്ട്, എല്ലാം ഉണ്ട്. ഡ്രൈ ഫ്രൂട്ട്സും നോർമൽ ഫ്രൂട്ട്സുകളും ഉണ്ട്. ഓക്കെ. ഇത് ഓലൻ, ഇളവനിട്ട് ചെയ്യുന്നൊരു തേങ്ങാപ്പാലും കൂടെ ചേർക്കുന്ന ഒരു കറിയാണ്. ഇത് ബീറ്റ്റൂട്ട് കൊണ്ടുണ്ടാകുന്ന പച്ചടി. ഇത് പൈനാപ്പിൾ പച്ചടി, കുറച്ച് സ്വീറ്റുമാണ്, കുറച്ച് സ്പൈസ്. ഇത് നമ്മുടെ വെള്ളരിക്കായും കൊണ്ടുണ്ടാകുന്ന പച്ചടി. പിന്നെ ഇത് നാരങ്ങ അച്ചാർ, ഇത് മാങ്ങ അച്ചാർ, ഇത് ഇഞ്ചിപ്പുളി, ഇത് ഉപ്പ്, നെയ്യ്. ഇനിയും ഒഴിച്ചു കറികളാണ്. ഇത് പരിപ്പ്. ഓക്കെ. ഇത് സാമ്പാർ. ഓക്കെ. ഇത് പുളിശ്ശേരി, അതിൻ്റെ പച്ചമോര്. പായസം, അടപ്രഥമനുണ്ട്, അതിൻ്റെ ബോളിയോട് കഴിക്കാനുള്ള പാൽപ്പായസം ഉണ്ട്. എന്ന് വേണ്ട എല്ലാ സംഭവം 28 ഐറ്റം ഉണ്ട്. മൊത്തം 28 ഐറ്റം ചേർത്തുള്ള സദ്യയാണ് ഇവിടുത്തെ ഓണസദ്യ. അടിപൊളി. അപ്പോൾ ഇത് നമ്മൾ പാഴ്സൽ വാങ്ങിക്കാം. ഐറ്റംസ് വിത്ത് ബനാന ലീവ്സ്, നാടൻ വാഴയില. നാടൻ വാഴയിലയിലാണ് ഇത് നമുക്ക് തരുന്നത്. പ്രധാനമായിട്ടും പാഴ്സലാണല്ലോ ഇവിടെ, അല്ലേ? പാഴ്സലുണ്ട്, ഡൈനിങ് ഉണ്ട്. അപ്പോൾ നമ്മൾ മുൻകൂർ ബുക്ക് ചെയ്യണം ഈ പാഴ്സലിന് മുൻകൂർ ബുക്ക് ചെയ്യണം. എത്ര ക്വാണ്ടിറ്റിയിൽ ബുക്ക് ചെയ്താലും കൊടുക്കും, അല്ലേ? നോ പ്രോബ്ലം, കൊടുക്കും. എങ്ങനെയുണ്ട് സദ്യ? കൊള്ളാം, നന്നായിട്ടുണ്ട്. എങ്ങനെയുണ്ട്? കൊള്ളാം. ടേസ്റ്റി ആണോ? പുത്രൻ എങ്ങനെയുണ്ട്? കൊള്ളാം. ടേസ്റ്റ് ഉണ്ടോ? അടിപൊളിയാണോ? എങ്ങനെയുണ്ടേ? സദ്യ ഉള്ളോ? അടിപൊളിയാണ്.